നിങ്ങൾ പാനിക്കാകുന്ന സിറ്റുവേഷനിൽ അവർക്കൊന്നും തോന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സൈക്കോപാത്തുകൾക്ക് ഭയത്തെ അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്നല്ല, മറിച്ച് അവർ ഭയം എന്ന വികാരത്തെ ശ്രദ്ധിക്കുന്നുപോലുമില്ല എന്നതാണ് സത്യം. കെവിൻ ഡട്ടന്റെ പഠനങ്ങൾ പ്രകാരം ഒരു ലക്ഷ്യത്തിന് പിന്നാലെ പോകുമ്പോൾ അവരുടെ തലച്ചോറിലെ ഫയർ അലാറം ഓഫായിരിക്കും. അതായത് ചുറ്റും വലിയൊരു അപകടം നടക്കുമ്പോഴും ഒട്ടും പതറാതെ ശാന്തനായിരുന്നുകൊണ്ട് ഒരു ചെസ് ഗെയിമിൽ ചെക്ക് പറയുന്ന ഒരാളെപ്പോലെയാണവർ. ഇമോഷൻസിനെ സ്വിച്ച് ഓഫ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഈ കോൾഡ് മൈൻഡാണ് അവരെ ഇത്രയും ഡേഞ്ചറസ് ആക്കുന്നത്. സൈക്കോപാത്തുകളുടെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കെവിൻ ഡട്ടൺ പഠനങ്ങളിലെ രസകരമായ കാര്യങ്ങൾ ഇതാ. കെവിൻ ഡട്ടന്റെ ഗവേഷണമനുസരിച്ച് സൈക്കോപാത്തുകൾ ഭയത്തെ അതിജീവിക്കുകയല്ല ചെയ്യുന്നത്, പകരം അവർ ഭയമെന്ന വികാരത്തെ ശ്രദ്ധിക്കുന്നുപോലുമില്ല. അവരുടെ തലച്ചോറിൽ ഭയം തിരിച്ചറിയുന്ന ഭാഗം അമിഗ്ഡല സാധാരണക്കാരെപ്പോലെ പ്രതികരിക്കാറില്ല. ഇവർക്കൊരു പ്രത്യേക സൂപ്പർ പവർ ഉണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. തങ്ങൾക്കാവശ്യമുള്ള ഒരു കാര്യത്തിൽ റിവാർഡ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റെല്ലാം അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. ചുറ്റും എന്ത് അപകടം നടന്നാലും ഇവർക്കത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ മാത്രമേ തോന്നൂ. ഫ്രീസിംഗ് ഇഫക്റ്റ് ഇല്ല. സാധാരണ മനുഷ്യർ വലിയൊരു അപകടം കാണുമ്പോൾ പാനിക്കാവുകയോ പേടിച്ച് വിറച്ചു നിൽക്കുകയോ ചെയ്യും. എന്നാൽ സൈക്കോപാത്തുകളുടെ ബ്രെയിൻ ആ സമയത്ത് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുകയും വിജയിക്കാനുള്ള വഴികൾ പ്ലാൻ ചെയ്യുകയുമായിരുന്നു. ഒരു ഫയർ അലാറം മുഴങ്ങുമ്പോൾ എല്ലാവരും ജീവനും കൊണ്ട് ഓടുമ്പോഴും ഒട്ടും പതറാതെ ശാന്തനായി ഇരുന്നുകൊണ്ട് എതിരാളിയെ നോക്കി ചെക്ക് പറയുന്ന ഒരു ചെസ് കളിക്കാരനെ പോലെയാണിവർ. ഏതു വലിയ പ്രതിസന്ധിയിലും ഇവർക്ക് ഒരു ചലനവുമുണ്ടാകില്ല. എല്ലാവരും പേടിച്ച് നിലവിളിക്കുമ്പോഴും ഇവർ തങ്ങളുടെ വിജയം എങ്ങനെ ആഘോഷിക്കണമെന്ന് ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരിക്കും. ചുരുക്കത്തിൽ, ഇമോഷൻസിനെ പൂർണ്ണമായും മാറ്റിനിർത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് മാത്രം കുതിക്കുന്ന ഒരു കോൾഡ് മൈൻഡാണ് സൈക്കോപാത്തുകളെ ഇത്രത്തോളം അപകടകാരികളാക്കുന്നത്. Did you really feel so bad because killing him felt so good? I liked killing him. Killing must feel good to God too. He does it all the time. And are we not created in His image? God's terrific. He dropped the church roof on 34 of His worshippers last Wednesday night in Texas while they sang a hymn. Did God feel good about that? He felt powerful. Will, what did you see? No matter how deeply you go, my voice will go with you. This isn't working.